സോ ബിഗ് ബോസ് മലയാളം സീസൺ 6 അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഇന്നലത്തെ ഒരു എഫിഷ്യൻലി നമ്മുടെ അപ്സര ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഓൾറെഡി പ്രേക്ഷകരെല്ലാം കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നു. അപ്പം നമ്മളും വീഡിയോകളിലൊക്കെ പറഞ്ഞിരുന്നു. അപ്പം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്സര എന്തുകൊണ്ട് എവിറ്റായിരിക്കുന്നു? സോഷ്യൽ മീഡിയകളിലൊക്കെ പല പ്ലാറ്റ്ഫോമുകളിലും കണ്ടിരുന്നു. പല പ്രേക്ഷകരും ചോദിക്കുന്നു. ചിലർ പറയുന്നു അപ്സര ഇപ്പോൾ ഔട്ടാകണ്ടായിരുന്നു, അപ്സരയെക്കാളും മോശമായ ശ്രീതു ഒക്കെ അവിടെ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് അപ്സര എവിക്റ്റായി? അപ്പം ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം നമ്മൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു സീസൺ 6ലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ സീസൺ 6 തുടങ്ങിയപ്പോൾ നല്ല മികച്ച രീതിയിൽ മുന്നിലേക്ക് വന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അപ്സര. നല്ല പ്രേക്ഷക പിന്തുണയും ഉണ്ടായിരുന്നു. ഗെയിമുകളിലാണെന്നുണ്ടെങ്കിലും സംസാരിക്കേണ്ട കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും മികച്ച രീതിയിൽ നിന്നൊരു കണ്ടസ്റ്റൻ്റായിരുന്നു അപ്സര. എന്നാൽ വൈൽഡ് കാർഡ് വന്നു കഴിഞ്ഞപ്പോൾ വൈൽഡ് കാർഡ് അത് തന്ത്രപരമായി അപ്സരയെ പുകഴ്ത്തിക്കൊണ്ടിരുന്നു. അപ്സരയാണ് മികച്ചത്, അപ്സര എല്ലാത്തിനും അതാണ് ഇതാണ്. നമുക്കറിയാം അപ്സരയെ പുകഴ്ത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്സരയ്ക്ക് ആ പുകഴ്ത്തൽ മതി, അതിലങ്ങോട്ട് വീണു പോകും. അപ്പം വൈൽഡ് കാർഡുകളുടെ എല്ലാം തന്ത്രമായിരിക്കാം, ഇവർ ഗെയിമുകളെല്ലാം കണ്ടുവരുന്ന ഒരു ആൾക്കാരാണ്, അവരുടെ തന്ത്രമായിരിക്കാം അപ്സരയെ വീഴ്ത്തുക എന്നുള്ളത്. ഈ ഒരു പുകഴ്ത്തലിൽ അപ്സര എല്ലാവരോടുമായിട്ട് സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുകയും അവരുമായിട്ടുള്ള സൗഹൃദങ്ങളിൽ മുന്നോട്ട് പോകുകയും ചെയ്തു. ഗെയിമുകളിൽ താഴ്ന്നു. അതുപോലെ തന്നെ അപ്സരയ്ക്ക് അത്യാവശ്യം കണ്ടന്റുകൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും മൊത്തത്തിലുള്ള പെർഫോമൻസിൽ അപ്സര നേരെ കീഴ്പോട്ട് പോയി. അത് ഈ ഒരു വൈൽഡ് കാർഡുകളുടെ പ്രശംസയിൽ അപ്സര വീണുപോയി. ഞാൻ മികച്ചതാണ്, ഇനി കുഴപ്പമില്ല, ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ള ഒരു തോന്നൽ അപ്സരയ്ക്ക് വന്നപ്പോൾ മുതൽ അപ്സര അല്ലെന്നുണ്ടെങ്കിൽ അപ്സരയുടെ ഗെയിമുകൾ തന്നെ താഴേക്ക് പോയി തുടങ്ങി. അത് തന്നെയാണ് അപ്സരയ്ക്ക് സംഭവിച്ചതും. അതിനകത്ത് ശ്രീതുവോടെ മോശം കണ്ടസ്റ്റൻറ്റോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും മോശം കണ്ടസ്റ്റൻറ്റോ എന്നതില്ല. നമുക്കറിയാം ഈ ഒരു വൈൽഡ് കാർഡ് വന്നത് മുതൽ ഓരോ ആഴ്ച കഴിയും തോറും അപ്സരയുടെ ഗ്രാഫ് എന്ന് പറയുന്നത് താഴേക്കാണ് വന്നുകൊണ്ടിരുന്നത്. അപ്സര ഈ പറയുന്നത് പോലെ നമ്മുടെ ഈ നോമിനേഷനിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ അൺഒഫീഷ്യൽ പോളുകളും പല കമ്മ്യൂണിറ്റി പോളുകളും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാണ് ഓഡിയൻസ് ട്രെൻഡ് എന്ന് പറയുന്നത് അപ്സരയ്ക്ക് കുറഞ്ഞുകൊണ്ടായിരുന്നു ഓരോ നിമിഷം ഇരുന്നുകൊണ്ടിരുന്നത്. കാരണം ഇത് തന്നെ അപ്സരയുടെ ആ ഗെയിമിംഗ് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിഗ് ബോസ് സീസൺ 6 പുലർത്തിയിരുന്ന ആ ഒരു സത്യസന്ധതയൊക്കെ പോയിരുന്നു. പല സുഹൃത്ത് ബന്ധങ്ങളിലും പോയി അപ്സരയുടെ ആ ഒരു പൊയ്മുഖം പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അതെന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പ്രേക്ഷകർക്ക് എന്തെങ്കിലും നൽകുന്നുണ്ടായിരുന്നുവെങ്കിൽ പ്രേക്ഷകർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തേണ്ടേ. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ പറയുന്ന വൈൽഡ് കാർഡിൻ്റെയൊക്കെ വാക്കുകൾ കേട്ട് അത് അവരുടെ തന്ത്രമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. അവർ ആ പുകഴ്ത്തലിൽ വീണ് പിന്നീട് ഗെയിമുകളൊന്നും നടത്താതെ അല്ലെന്നുണ്ടെങ്കിൽ മികച്ച പെർഫോമൻസ് ഒന്നും നടത്താതെ താഴേക്ക് പോന്നുകൊണ്ടിരുന്നു. ഞാൻ എവിടെ ഉണ്ടായിരുന്നു, എനിക്ക് കുഴപ്പമില്ല, പ്രേക്ഷകർ എങ്ങനെയാണെന്നുണ്ടെങ്കിലും എനിക്ക് സപ്പോർട്ട് ചെയ്യും. അത് ഓരോ എപ്പിസോഡുകളിലല്ലെന്നുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അപ്സരയുടെ ആ ഒരു എന്താ പറയുന്ന സ്വന്തമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം, ഞാൻ പോകില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസവും അഹങ്കാരവും ഉണ്ടായിരുന്നു. എപ്പോഴും പറയുമായിരുന്നു. അത് ഈ ഒരു എന്താ പറയുക പ്രശംസ കൊണ്ടും ആദ്യമായിട്ടുള്ള ആ ഒരു ആദ്യത്തെ ഒരു സെക്കൻഡ് വീക്കിൽ തന്നെ ബെസ്റ്റ് ക്യാപ്റ്റൻ എന്നുള്ള അവാർഡ് കിട്ടിയതൊക്കെ പ്രേക്ഷകർ എന്നെ തലയിൽ എടുത്തു വെച്ചു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് അപ്സരയെ അങ്ങ് കരുതി. ഇനി ഒരിക്കലും ഞാൻ ഇറങ്ങിപ്പോകില്ല എന്നുള്ള ഒരു ധാരണയൊക്കെ അപ്സരയ്ക്ക് ഉണ്ടായി. അത് തന്നെയാണ് അപ്സരയെ ഇപ്പോൾ എവിക്റ്റ് ആക്കാനുള്ള കാരണവും. കാരണം ഇത് ഓരോ ആഴ്ചയും മാറി മറിയും. അപ്സരയെ പോലെയുള്ള ഒരു കണ്ടസ്റ്റൻ്റൊക്കെ ഇടയ്ക്ക് മാത്രം പെർഫോം ചെയ്താലൊന്നും നിലനിൽക്കില്ല. എന്തായാലും അപ്സരയുടെ ആ ഒരു നമുക്ക് ആ ഒരു എവിക്ഷൻ എന്ന് പറയുന്നത് 100% പ്രേക്ഷക വിധിപ്രകാരം തന്നെയാണെന്ന് പറയാം. കാരണം അതിനൊന്നും ഒരു മാറ്റവുമില്ല. കുറേ ആഴ്ചകളായിട്ട് അപ്സരയ്ക്ക് ഈ പറയുന്ന പോലെ അൺഒഫീഷ്യൽ പോളുകളും നോക്കിക്കഴിഞ്ഞാൽ അറിയാം പ്രത്യേകിച്ച് വോട്ടും കാര്യങ്ങളും ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഓഡിയൻസ് വളരെ കുറച്ച് മാത്രമേ അപ്സരയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം ശ്രീതുവൊക്കെ ഈ അപ്സരയെക്കാളും മോശമായിട്ട് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ശ്രീതുവിനൊക്കെ പല രീതിയിലുള്ള വോട്ടുകളും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ടാവണം. അതുകൊണ്ടാണല്ലോ ശ്രീതു വീണ്ടും അവിടെ നിൽക്കുന്നത്. അപ്പോൾ അപ്സരയെ പോലെയുള്ളവർക്ക് വീണ്ടും ആ ഒരു ഉള്ള സപ്പോർട്ട് കൂടെ പോയിട്ട് അവർ മറ്റു പലർക്ക് വോട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്സരയ്ക്കൊന്നും ഓട്ടോമാറ്റിക്കലി ഈ പറയുന്നത് പോലെ സപ്പോർട്ട് ഇല്ലാതാകും. അത് തന്നെയാണ് ഈ ഒരു എവിക്ഷനിൽ അപ്സരയ്ക്ക് സംഭവിച്ചത്. അപ്സരയുടെ തന്നെ കുഴി വെട്ടി മറ്റുള്ളവരുടെ പുകഴ്ത്തൽ കേട്ട് സ്വന്തം ഗെയിം നശിപ്പിച്ച് എവിക്റ്റ് ആകാനുള്ള വഴി അപ്സര തന്നെ ഉണ്ടാക്കി കൊടുത്തു. അതുപോലെ തന്നെ ഈ പറയുന്ന അഹങ്കാരവും എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇതെല്ലാം കൂടി ചേർന്നപ്പോഴാണ് അപ്സരയ്ക്കുള്ള സപ്പോർട്ട് കുറഞ്ഞു വന്നത്. ഇപ്പം ഇത് കഴിഞ്ഞൊരു മിഡ് വീക്ക് എവിഷനിൽ പോകേണ്ടതായിരുന്നു അപ്സര, പക്ഷേ അതൊരു നീട്ടി വെച്ചിട്ട് ഈ ഒരാഴ്ചത്തേക്ക് ആക്കിയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതല്ലാതെ നമുക്കിത് ഈ ഒരാഴ്ചത്തെ നടന്നതാണെന്നോ ഈ 2-3 ദിവസത്തിലെ വോട്ട് കൊണ്ട് നടന്നതാണെന്നോ ഒന്നും ഞാൻ പറയത്തില്ല. കഴിഞ്ഞ മിഡ് വീക്ക് എവിഷനിൽ 2 പേരും പുറത്തേക്ക് പോകേണ്ടതായിരുന്നു. നമ്മുടെ റെസ്പിൻ്റെ ഒപ്പം അപ്സരയും പോകേണ്ടതായിരുന്നു. അവരിത് ഈ ഒരാഴ്ച കൂടി ആക്കി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ നടന്ന ഒരു എവിഷൻ മാത്രമേ ഒരു അൺഫെയർ ആയിട്ട് എനിക്കും തോന്നിയുള്ളൂ. അതേപ്പറ്റി ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. എന്തായാലും ഈ 11ാമത്തെ ആഴ്ചയിൽ അപ്സരയുടെ എവിക്ഷൻ വളരെ ഫെയർ ആയിരുന്നു. പ്രേക്ഷകരുടെ വിധിപ്രകാരം തന്നെയായിരുന്നു. പോകേണ്ട സമയത്ത് തന്നെയാണ് പോയിരിക്കുന്നതും. അതിൽ കൂടുതൽ നമ്മൾ നോക്കിയിട്ടൊന്നും കാര്യമില്ല. പ്രേക്ഷകർ എന്ത് തീരുമാനിച്ചോ അത് തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നതും. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.